ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതപ്പോ മനഃപൂർവ്വം സാറിനെ കരിവാരി തേക്കാൻ ആരോ ചെയ്ത കെണിയ. മാഡം, ഇതവർ വച്ചത് എന്റെ കാറിലാണ്. എന്റെ കാറിൽ നിന്നും എങ്ങനെ അങ്കിളിന്റെ കാറിൽ ഇത് വന്നതെന്ന് എനിക്കറിയില്ല. നിയമത്തിന് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. എന്റെ ജോലിയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്നൊരു വ്യക്തിയാ സാറ്. സാറ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മയക്കുമരുന്ന് കൈവശം വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സാറിനെ ഞാൻ ചെയ്യേണ്ട അടുത്ത നടപടി സ്വീകരിക്കുക എന്നല്ലാതെ സാറിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി സാറിന്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അശ്വതിക്ക് എന്നോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ടെന്നൊക്കെ പറയുന്നതിൽ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയും വേഗം നിങ്ങൾ വരുന്നു, എന്നെ തടയുന്നു, എന്റെ വണ്ടിയിൽ നിന്നും മയക്കുമരുന്ന് എടുക്കുന്നു, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു, വളരെ ധൃതിയിൽ എഫ്ഐആർ ഇടുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണുള്ളതെന്നോ അവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെന്നോ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. മാഡം, നമുക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് എഫ്ഐആർ ഇടണം. ഓക്കേ എന്നാ. നമ്മളിനി എന്ത് ചെയ്യും രാജു? മാഡം, എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല. മാഡം, മന്ത്രിയുടെ മകളെന്ന നിലയിൽ ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അച്ഛനും മകൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറയൂ മാഡം. എനിക്കൊന്നും പറയാനില്ല. മാഡം, സ്വന്തം അച്ഛൻ അറസ്റ്റിലായിരിക്കുമ്പോൾ മൗനം പാലിക്കുകയാണോ മാഡം? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. പ്ലീസ്, നിങ്ങളൊന്ന് മാറിക്കേ പ്ലീസ്. നിങ്ങൾ വർമ്മ സാറിന്റെ പേയല്ലേ രാജു? രാജുവിനെ അല്ലേ മാഡം വിവാഹം കഴിച്ചിരുന്നത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വർമ്മ സാർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊരു ന്യൂസ് കേട്ടല്ലോ. ആ ന്യൂസ് സത്യമാണോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളോട് പോകാനല്ല പറഞ്ഞ. പ്ലീസ്, ശല്യം ചെയ്ത് മാറി നിന്ന് പ്ലീസ്. സാറിന് എന്നോടൊന്നും തോന്നരുത്. ഇതെന്റെ ജോലിയുടെ ഭാഗം. എനിക്ക് എഫ്ഐആർ എഴുതി കേസ് ചാർജ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ എഫ്ഐആർ എഴുതാം. താങ്ക് യു സർ. രാജു, അവർ എഫ്ഐആർ എഴുതും, അച്ഛന്റെ പേരിൽ കേസും എടുത്തു. ഇതിലെന്തോ വലിയ ചതിയുണ്ട്. ആരും ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ, അത് നമുക്ക് അറിയാവുന്നതല്ലേ. അച്ഛന് ഏറ്റവും വലിയ അഭിമാനം അച്ഛന്റെ സൽപ്പേരും അച്ഛന്റെ ആദർശങ്ങളുമാ. അതിനൊക്കെ ഒരു കളങ്കം വന്നു കഴിഞ്ഞാൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല. രാജു, എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യണം. ഞാൻ വക്കീലിനെ വിളിക്കാം. ഇനി ഒരു പ്രശ്നമില്ല. വർമ്മയെങ്കിളുടെ പേരിൽ ഒരു കളങ്കമില്ലാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഹൃദയക്ക് വേണ്ടി, എന്റെ വർമ്മയെങ്കിളിന് വേണ്ടി. മേഡം, ഇതാരാ ഈ അടുത്ത തലവേദന? മേ കം ഇൻ? വരൂ. ഹായ് മേഡം, ഐ എം റോഹൻ. മന്ത്രി സോമരാജന്റെ അനിയന്റെ മകനാണ്. ഓക്കെ, എന്താ വേണ്ടേ? മേഡം, എഫ്ഐആർ എഴുതുന്നതിന് മുമ്പ് മേഡം ഈ വീഡിയോ ഒന്ന് കാണണം. എന്ത് വീഡിയോ? കാണട്ടെ.
ഇതപ്പോ മനഃപൂർവ്വം സാറിനെ കരിവാരി തേക്കാൻ ആരോ ചെയ്ത കെണിയ. മാഡം, ഇതവർ വച്ചത് എന്റെ കാറിലാണ്. എന്റെ കാറിൽ നിന്നും എങ്ങനെ അങ്കിളിന്റെ കാറിൽ ഇത് വന്നതെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇത് ചെയ്ത ആൾക്ക് കാറ് മാറിപ്പോയതായിരിക്കാം. അങ്കിളിനെ പരിചയമില്ലാത്ത ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഐ എം സോറി സർ, ഐ എം എക്സ്ട്രീംലി സോറി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നത് മുകളിലേക്ക് അറിയിച്ചപ്പോ ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു. അതില് സാറിനെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ ഒരുപാട് വന്നിരുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂഷനിലായിപ്പോയി. സോറി സർ. എനിക്ക് സാറിനോട് കുറച്ച് മോശമായി സംസാരിക്കേണ്ടി വന്നു. എനിക്കിപ്പം ബോധ്യായി. മിസ്റ്റർ റോഹൻ പറഞ്ഞതുപോലെ നിങ്ങളെ പരിചയമില്ലാത്ത ആരുടെയോ കയ്യില് നിങ്ങൾക്കെതിരെ ആരോ കൊടുത്തുവിട്ട മയക്കുമരുന്നാണ് നിങ്ങളുടെ കാറിൽ വന്നത്. ഞാനിത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഞാനിത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഇനിയിപ്പോ എനിക്ക് പോലല്ലേ? ഐ എം എക്സ്ട്രീംലി സോറി സർ. സാറിന് പോവാം. താങ്ക് യു റോഹൻ, താങ്ക് യു സോ മച്ച്. അയ്യോ, എന്താ അങ്കിളെ? അങ്കിൾ ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയരുത്. ഞാൻ ശരിക്കും വരാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ കുറച്ചുകൂടെ മുമ്പ് വന്നിരുന്നെങ്കിൽ അങ്കിളിന് ഇവരുടെ മുന്നിൽ നിന്ന് ഇവർ പറയുന്നൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. മാഡം, ലാബ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത ശേഷം നാളെ എത്തിക്കാം. ശരി മാഡം. രാജു, അച്ഛന്റെ പേരിൽ അവർ FIR ഒന്നും എഴുതിയിട്ടില്ല. അച്ഛൻ അവര് റോഹന്റെ കൂടെ വിട്ടയക്കുമെന്നാ തോന്നുന്നത്. അതെ, അല്ലെങ്കിൽ വർമ്മ സാറിനെ അവര് പോവാൻ അനുവദിക്കോ മാഡം? സർ, എന്താണ് സാർ ഇത്? സാറിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാവുകയും തെളിവുകളോടെ സാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ സാറിനെ സ്റ്റേഷനിൽ നിന്ന് പോവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്താണ് സാർ ശരിക്കും സംഭവിച്ചത്? സാറിന്റെ പേരിലുണ്ടായ ഈ അലിഗേഷൻ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതല്ലേ? സാറിന്റെ ശത്രുക്കളാരെങ്കിലും സാറിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ ഇതൊക്കെ? സാറിന്റെ ശത്രുക്കൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് സാറിനെതിരെ ഇറക്കിയ നാണം കെട്ട ഒരു നമ്പർ ആയിരുന്നില്ലേ ഇത്? അകലേ നോവിനാലേ